ഒരു ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം അതെല്ലാം ഉപേക്ഷിക്കാൻ കാരണമെന്താ? നേരെ മറിച്ച് സംശയാലുവായിരുന്ന ഒരാൾ വിശ്വാസിയാവുന്നതോ? ഒരാളുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലെ ഈ വലിയ മാറ്റത്തിന് പിന്നിലെന്താണ്? അൾട്ടമേയറും ഹൻസ്ബർഗറും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. അവരുടെ പഠനം 2 തരം ആൾക്കാരെയാണ് മുന്നോട്ട് വെച്ചത്. നമുക്ക് നോക്കാം ആരായിരുന്നു ഈ 2 കൂട്ടരെന്ന്. ആദ്യത്തെ കൂട്ടർ വിസ്മയിപ്പിക്കുന്ന വിശ്വാസത്യാഗികൾ, അതായത് കടുത്ത മതവിശ്വാസത്തിൽ വളർന്നിട്ട് പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ചവർ. മറ്റൊരു കൂട്ടർ വിസ്മയിപ്പിക്കുന്ന വിശ്വാസികൾ. ഇവർ മതമില്ലാത്ത സാഹചര്യങ്ങളിൽ വളർന്ന് പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ നമുക്ക് ആദ്യം വിശ്വാസം ഉപേക്ഷിച്ചവരുടെ കാര്യം നോക്കാം. അവരുടെ യാത്ര പ്രധാനമായും ബൗദ്ധികമായിരുന്നു. വിശ്വാസം ഉപേക്ഷിക്കുന്നത് പെട്ടെന്നൊരു തീരുമാനമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട വളരെ ഏകാന്തമായൊരു പ്രക്രിയയായിരുന്നു അത്. അതായത് അവരുടെ സംശയങ്ങൾക്ക് കാരണം ചില വ്യക്തമായ ബൗദ്ധിക പ്രശ്നങ്ങളായിരുന്നു. പഠനത്തിലെ ഈ വാചകം അവരുടെ രീതിയെ നന്നായി വരച്ചു കാട്ടുന്നുണ്ട്. യുക്തിക്ക് മുന്നിൽ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇനി വിശ്വാസികളായി മാറിയവരുടെ കാര്യം നോക്കാം. അവരുടെ യാത്ര ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവരുടെ അനുഭവം തികച്ചും വേറിട്ടൊരു കഥയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതായത് യുക്തിപരമായ സത്യം കണ്ടെത്തലായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് വൈകാരികമായ ആവശ്യങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്തലായിരുന്നു. വിശ്വാസത്യാഗികളുടെ ഏകാന്തമായ യാത്രയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കൂട്ടുകാരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അപ്പോൾ ഈ 2 വഴികളെയും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ വളരെ വ്യക്തമായൊരു വ്യത്യാസം കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും 2 വ്യത്യസ്ത യാത്രകളാണ്. അതായത് വിശ്വാസമാറ്റത്തിന്റെ കാരണം പുറത്തല്ല, ആ മതപരമായ ആശയങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഉത്തരം തേടുന്നത്? തലച്ചോറിലോ അതോ ഹൃദയത്തിലോ?